Hi friends, welcome back to my YouTube channel. So ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ. പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ദ സോളാർ സിസ്റ്റം. The sun, 8 planets, satellites and some others are crystal bodies known as the asteroids and metropods. Metropods forms from the solar system. We often call it solar family. With the sun has its head. The sun, 8 പ്ലാനറ്റ്സ് ഉണ്ട് സാറ്റലൈറ്റിൽ ആൻഡ് അതേഴ്സ്. പിന്നെ ബാക്കി നമ്മൾ എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്റ്റൽ ബോഡീസ് നോൺ ഹാസ് എന്തെന്ന് പറയുന്നത് അസ്ട്രോനോട്ട്സ് ആൻഡ് മെട്രോപോഡ്സ് ഫോം ഓഫ് ദ സോളാർ സിസ്റ്റം. ഇതിനൊക്കെ നമ്മൾ എന്ത് പേരെന്ന് വിളിക്കുന്നു? സോളാർ ഫാമിലി. വിത്ത് ദ സൺ ഹാസ് ഇറ്റ്സ് ഹെഡ്. സണ്ണാണ് എന്തെന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ ഹെഡ് എന്ന് പറയുന്നത്. തലവനായിട്ടുള്ളത് ആരാണ്? നമ്മുടെ സണ്ണാണ്. ഓക്കെ, ലെറ്റ്സ് സേ നെക്സ്റ്റ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ദ സണ്ണാണ്. ഓക്കെ, the sun is in the center of the solar system. It is a huge and made up of extremely hot gases. It provides that the pulling force from the winds. The solar system, the sun is unlimited source of heat and light for the solar system, but the terminates heat is not felt so much by us because despite begins our nearest star. It is far away from us. The sun is about 115 million kilometer away from the sun. സൺ എന്താണ്? 150 മില്യൺ കിലോമീറ്റേഴ്സ് എവേ ഫ്രം ദ എർത്ത് ആണ്. 150 മില്യൺ കിലോമീറ്റർ എവേ ഫ്രം ദ എർത്തിൽ നിന്നും അത്രയ്ക്ക് ഡിസ്റ്റൻസ് എന്തിനുണ്ട്? സണ്ണിനുണ്ട്. സണ്ണാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സണ്ണിൽ കൂടുതൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? ഇറ്റ്സ് പ്രൊവൈഡ് എക്സ്ട്രീംലി ഹോട്ട് ഗ്യാസസ്. എക്സ്ട്രീംലി എന്താണ്? ഹോട്ട് ഗ്യാസസ് ആണ്. അതിൻ്റെ അടുത്തോട്ട് പോലും പോകാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. നമുക്ക് തന്നെ അതറിയാമെന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അതിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ സൺ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് ഹീറ്റാണ്. അൺലിമിറ്റഡ്, നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും അല്ല, അത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതല്ല. അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫോർ ദ സോളാർ സിസ്റ്റം. നെക്സ്റ്റ് എന്താണ്? പ്ലാനറ്റ്സ്. ദർ ആർ 8 പ്ലാനറ്റ്സ് ഇൻ അവർ സോളാർ സിസ്റ്റം. ഇൻ ഓർഡർ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ദേ ആർ എന്താണ് 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസിൽ നോക്കുകയാണെങ്കിൽ എത്രയുണ്ട്? 8 പ്ലാനറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമുക്ക് ഒരു പ്ലാനറ്റ് കൂടെ ഉണ്ട്. അതെന്തായിരുന്നു? അത് പ്ലൂട്ടോ. പ്ലൂട്ടോ എന്താണ്? പകുതിയിൽ വെച്ച് പുറത്തായി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ. പ്ലൂട്ടോ പകുതിയിൽ എത്തിയപ്പോഴത്തേക്ക് അത് പുറത്തായി. ഓക്കെ, ഇപ്പോൾ എത്ര പ്ലാനറ്റ്സ് ഉള്ളൂ? 9 പ്ലാനറ്റ്സിൽ നിന്നും ഇപ്പോൾ എത്ര പ്ലാനറ്റ്സേ ഉള്ളൂ? 8 പ്ലാനറ്റ്സേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്താണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. The 8 planets of the solar system move around the sun is fixed path. ഈ 8 പ്ലാനറ്റ്സ് നമ്മൾ സണ്ണിനെ തന്നെ ചുറ്റും വലം വയ്ക്കുന്നതാണ്. അതൊരു ഫിക്സഡ് പാത്താണ് അല്ലേ. അതിൽ സണ്ണിന് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്നതാണ് നമ്മളെ 8 പ്ലാനറ്റ്സ്. ദിസ് പാത്ത് ആർ ഇലോവേറ്റഡ്. ദേ ആർ കോൾഡ് ഓർബിറ്റ്സ്. ഇതിനെന്ത് നമ്മൾ പറയുന്നു? ദേ ആർ കോൾഡ് ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നു. മെർക്കുറി ഈസ് നിയറസ്റ്റ് ടു ദ സൺ. മെർക്കുറി എങ്ങനെയാണ്? സണ്ണിൽ നിന്ന് നിയറസ്റ്റ് ആണ്. ഇറ്റ് ടേക്സ് ഓൺലി അബൌട്ട് 88 days ടു കംപ്ലീറ്റ് 1 round along its orbit. Venus is concerned tunes because its satellites and shape of very much similar to the earth. നമ്മൾ സണ്ണിൻ്റെയും എർത്തിൻ്റെയൊക്കെ ഷേപ്സ് എങ്ങനെയാണ്? ഇറ്റ്സ് സിമിലർ ടു ദ എന്താണ്? വീനസ് ഈസ് കൺവേർട്സ് ടൂൺ ഓഫ് ഇറ്റ്സ് ബിഗ് സൈറ്റ് ഷേപ്പ് ഓഫ് വെരി മച്ച് സിമിലർ ടു ദസ്. വീനസിൻ്റെ ഷേപ്സ് എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ എർത്തുമായിട്ട് ഓൾമോസ്റ്റ് ഇറ്റ്സ് സിമിലർ ആണല്ലേ. ഒരു സണ്ണിന് ചുറ്റും ഈ ഒരു ഓർബിറ്റ്സ് ഇങ്ങനെ കറങ്ങി എടുക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് പറയുന്നത്? ഇറ്റ്സ് കംപ്ലീറ്റഡ് ടു ഓൺ ദ 88 days. ഒരു വലം ഒരു റൗണ്ട് അടിക്കാൻ തന്നെ എത്ര ഡേയ്സ് എടുക്കുന്നു? 88 days ആണ് ആ ഒറ്റ റൗണ്ടിന് ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ടിൽ റീസെൻ്റ്ലി ഓഗസ്റ്റ് 2006 പ്ലൂട്ടോ വാസ് ഓൾസോ കൺസിഡർ ആസ് എ പ്ലാനറ്റ്. പ്ലൂട്ടോ എന്തായിരുന്നു? 2006 വരെ എങ്ങനെ തന്നെയായിരുന്നു? ഒരു പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. ഹൗവർ ഇറ്റ്സ് എ മീറ്റിംഗ് ഓഫ് ദ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഹാസ് എ ഡിസിഷൻ വാസ് ടേക്കൺ ദാറ്റ് ദ പ്ലൂട്ടോ ലൈക്ക് അതർ crystal objects discovered in a recent past may be called craft planets. 2006 വരെ നമ്മൾ പ്ലൂട്ടോ എങ്ങനെയായിരുന്നു? ഒരു പ്ലാനറ്റ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഗ്രഹമായിട്ടായിരുന്നു നമ്മൾ കണക്കാക്കിപ്പെടുന്നത്. എന്നാൽ പല റിസർച്ചിലൂടെ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ റിസർച്ച് പ്രകാരം പ്ലൂട്ടോ എന്താണ്? അതൊരു ക്രിസ്റ്റൽ ബോഡീസ് ആണ്. ക്രിസ്റ്റൽ ബോഡീസ് എന്ന് പറയുന്നത് സ്റ്റാർസിൻ്റെ കൂടെ ഉൾപ്പെടുന്നതാണ് എന്ന് കണക്കാക്കിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അടുത്തെന്താണ്? ദ എർത്ത്. എർത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? എർത്തിൻ്റെ ഷേപ്സ് പല PSCയിലും ചോദിക്കുന്നത്. ജിയോഡിനാണ് എന്ത് പറയുന്നത്? എർത്തിൻ്റെ ഷേപ്പ്. ദ എർത്ത് ഈസ് എ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. എർത്താണ് 3rd തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ്. ഇൻ ദ സൈസ് ഈസ് 5th large planets. It is slightly fameted a plow at the poles and
That is why it is a shape is described as a geode. Geode means the earth like a shape. The earth is the third nearest planet to the sun. Third nearest planet ആണ് എന്തെന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത് 5th largest planet ആണ്, 5ാമത്തെ ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. അതിൻ്റെ ഷേപ്പ് എന്താണ്, ജിയോഡിനാണ് എർത്തിൻ്റെ ഷേപ്പ്. കണ്ടീഷൻ ഫേർവേഡ് ടു സപ്പോർട്ട് ലൈഫ് ആൻഡ് പ്രോപ്പർലി ഫൗണ്ട് ഓൺലി വൺ എർത്ത്. കണ്ടീഷൻസ് എങ്ങനെയാണ്, ലൈഫ് ടൈം ആണോ, അല്ല, സപ്പോർട്ടിങ് ലൈഫ് പ്രോപ്പർലി ഫൗണ്ട് ഓൺലി വൺ എർത്താണ്. ദ എർത്ത് ഈസ് നിയർ ടു ഹോട്ട് ഓർ നോട്ട് ടു കോൾഡ്. എർത്തിൻ്റെ നമുക്ക് സൺ എപ്പോഴും ഹീറ്റാണ്, അൺലിമിറ്റഡ് ആണ് അതിൻ്റെ ഹീറ്റും ഗ്യാസസ് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് സാധിച്ചു. പക്ഷേ എർത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്, ടു ഹോട്ട് നോട്ട് ടു കോൾഡ്. ചൂട് കൂടുതലാണോ തണുപ്പ് കൂടുതലാണോ, രണ്ടും ചില സമയം ചൂട് കൂടുതലായിരിക്കും, ചില സമയം തണുപ്പായിരിക്കും, ചില സമയം നല്ല തണുപ്പായിരിക്കും, ചില സമയം നല്ല ചൂടുമായിരിക്കും. ആ ഒരു കൺസിഡറേഷനാണ്. ഇറ്റ് ഈസ് എ വാട്ടർ ആൻഡ് എയർ വിച്ച് ഹാസ് എസെൻഷ്യൽ ടു അവർ സെവറൽ ദാറ്റ് ദ എയർ ഹാസ് എ ലൈഫ് സപ്പോർട്ട് ഗ്യാസ് ലൈക്ക് ഓക്സിജൻ. നമുക്ക് എർത്തിൽ ജീവിക്കണം എന്താണ്, വി നീഡ് ടു എയർ ആൻഡ് വാട്ടർ. നമുക്ക് പിന്നെ എന്ത് വേണം, വി നീഡ് ടു സപ്പോർട്ടിങ് ഹാസ് എ ലൈക്ക് ഓക്സിജൻ. നമുക്ക് എന്താണ്, ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എർത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിക്കോസ് ഓഫ് ദ റീസൺ ഈസ് എർത്ത് ഈസ് എ യുണീക്ക് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. എർത്ത് എന്താണ്, ഒരു യുണീക്ക് പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് സോളാർ സിസ്റ്റത്തിൽ യുണീക്ക് പ്ലാനറ്റാണ് എന്തെന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത്. ഫ്രം ദ ഔട്ടർ സ്പേസ് ഓഫ് ദ എർത്ത് അപ്പിയർ ബ്ലൂ. ഔട്ടർ സ്പേസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്, ബ്ലൂ കളറിലാണ് കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് 2/3 സർഫേസ് ഈസ് കവേർഡ് ബൈ ദ വാട്ടർ, ഇറ്റ് ഈസ് ദെയർ ഫോർ കോൾഡ് ബ്ലൂ പ്ലാനറ്റ്സ്. നമ്മൾ എർത്തിന് നമുക്ക് എന്തെന്ന് പറയുന്നുണ്ട്, ബ്ലൂ പ്ലാനറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് അതിന് 3 ചുറ്റും എന്താണ്, വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.